എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സുപ്രധാന നിയമങ്ങളാണ്. അതായത് സുപ്രധാന നിയമങ്ങളിലെ കംപ്ലീറ്റ് മാർക്ക് നമുക്ക് നേടിയേ പറ്റത്തുള്ളൂ ഇനി അടുത്ത ഘട്ടം എഴുതുന്ന കൂട്ടുകാർക്ക്. അപ്പം നമ്മൾ സുപ്രധാന നിയമങ്ങളുടെ PYQ വിത്ത് റിവിഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതിപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത്, അതായത് തിരുവനന്തപുരം LDC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മാക്സിമം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ മാക്സിമം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിനകത്ത് ആരും ജോയിൻ ചെയ്യുന്നില്ല. മാക്സിമം നിങ്ങളെല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. PSCയുമായിട്ട് സംബന്ധപ്പെട്ട അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം അതിനകത്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് നിയമിക്കുന്നത്? സംസ്ഥാനത്തിലെ ഗവർണറാണ് കേട്ടോ, മറക്കല്ലേ. വിവരാവകാശ നിയമം നമുക്കറിയാം. വിവരാവകാശ നിയമം സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ് വിവരാവകാശ നിയമം. അതായത് ഇതിനകത്തൊന്നും ഒരു മാർക്ക് ചോദിക്കാതെ ഒരു LDC എക്സാമും കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്ന ആരാണ്? സംസ്ഥാനത്തിലെ ഗവർണറാണ് നിയമിക്കുന്നത്. ശുപാർശ ചെയ്യുന്നത് ഒരു കമ്മിറ്റിയാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പിന്നെ ഒരു മന്ത്രിയും ചേരുന്നൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിലാണ് ഒരാളെ തിരഞ്ഞെടുത്തിട്ടാണ് ശുപാർശ ചെയ്യുന്നത്. അതിൻ്റെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണറായിരിക്കും. അപ്പം നമുക്ക് വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഇനി പരീക്ഷയ്ക്ക്, അതായത് അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറേ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. നമുക്കറിയാം വിവരാവകാശ നിയമം 2005 കേട്ടോ. വിവരാവകാശ നിയമം എന്തിനാണ് വന്നത്? അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്യ ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വേണ്ടി രൂപീകരിക്കപ്പെട്ട നിയമമാണ് നമ്മുടെ RTA അഥവാ വിവരാവകാശ നിയമം 2005 കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ചു നോക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം എന്നാണ്? 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയത്. അതുപോലെ തന്നെ വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്നാണ്? 2005 ഒക്ടോബർ 12 2005 ഒക്ടോബർ 12 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ് ഒക്കെ ഓർത്ത് വെച്ചാൽ. 2005 ജൂൺ 15 വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. നിലവിൽ വന്നതെന്നാണ്? 2005 ഒക്ടോബർ 12 അപ്പോൾ പ്രധാന ലക്ഷ്യങ്ങളൊക്കെ PSC ചോദിക്കാറുണ്ട്. സംസ്ഥാന സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണ്? സ്വീഡനാണ്. പിന്നെ ഇതും PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. തമിഴ്നാട് 1997 വിവരാവകാശ നിയമം പാസ്സാക്കിയത്. അപ്പോൾ വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. ഡേറ്റോട് ഓർത്ത് വെച്ചാൽ 1997 കേട്ടോ. അപ്പോൾ നമുക്കത് അതുകൂടാതെ തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ തലത്തിൽ നമ്മുടെ വിവരാവകാശ നിയമം വരുന്നതിന് മുൻപ് തന്നെ കുറച്ച് സംസ്ഥാനങ്ങളിൽ വന്നിരുന്നു. അതായത് തമിഴ്നാട്, ഗോവ, രാജസ്ഥാൻ, കർണാടക, ഡൽഹി, ആസാം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഈ 2005 നിയമം വരുന്നതിന് മുമ്പ് തന്നെ അവിടെയൊക്കെ വിവരാവകാശ നിയമം ഓൾറെഡി വന്നിരുന്നു കേട്ടോ. പിന്നെ ഇത് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണെന്ന് ചോദിക്കും. വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് കേട്ടോ, മറക്കല്ലേ. പിന്നെ വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ കേട്ടോ. രാജസ്ഥാനിലുള്ള മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് പറഞ്ഞ രാജസ്ഥാനിലുള്ള സംഘടനയാണ് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന. ഈ സംഘടനയുടെ സ്ഥാപക ആരാന്ന് ചോദിക്കും. അരുണ റോയ് ആണ്. പിന്നെ ഇതിൻ്റെ അധ്യായങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 അധ്യായങ്ങളാണ് വരുന്നത് കേട്ടോ. 6 അധ്യായങ്ങൾ, 31 വകുപ്പുകൾ, 2 ഷെഡ്യൂളുകളുമാണ് വരുന്നത്. ഒന്നാമത്തെ ഷെഡ്യൂൾ 1 പറയുന്നത് കമ്മീഷൻ്റെ സത്യപ്രതിജ്ഞയാണ്, മറക്കല്ലേ. കമ്മീഷൻ്റെ സത്യപ്രതിജ്ഞയാണ് ഷെഡ്യൂൾ 1 വരുന്നത്. ഷെഡ്യൂൾ 2 വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഓഫീസുകൾ, സ്ഥാപനങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ വിവരാവകാശം ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദ പ്രകാരമാണെന്നും PSC ചോദിക്കാറുണ്ട്. അനുച്ഛേദം 19(1)(a) ആണ്. 19(1)(a) കേട്ടോ. അപ്പം 19(a) അഭിപ്രായ സ്വാതന്ത്ര്യമാണ് കേട്ടോ, ഓർത്ത് വെച്ചാണ്. പിന്നെ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി. പാസ്സാകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നേ, മറക്കല്ലേ. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണെന്ന് PSC ചോദിക്കാറുണ്ട്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 കേട്ടോ. പിന്നെ ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ ആവശ്യപ്പെടാവുന്നത് കേട്ടോ. അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം
വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അഥവാ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിൻ്റെ മൂല്യം എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. 10 രൂപയാണ് കേട്ടോ. 10 രൂപയാണ് കോർട്ട് ഫീസ് സ്റ്റാമ്പിൻ്റെ മൂല്യമായിട്ട് വരുന്നത്. ഒരു മിനിറ്റ്. പിന്നെ അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്തത് ഏത് വിഭാഗത്തിനാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. BPL വിഭാഗത്തിന് നമുക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. അതുപോലെ തന്നെ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ്? ഒരു ദിവസത്തേക്ക് 250 രൂപ കേട്ടോ. ഒരു ദിവസം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പിഴ വരുത്തുവാണെങ്കിൽ 250 രൂപയാണ് നൽകേണ്ടത്. അല്ലെങ്കിൽ പരമാവധി പിഴ എത്ര വരെ വരാം? 25,000 രൂപ വരെ വരാം കേട്ടോ. പിന്നെ അതൊന്നും വേണ്ട. അടുത്തത് ഫീസ് അടയ്ക്കുന്ന രീതികളൊക്കെ PSC ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഫീസ് അടയ്ക്കുന്ന രീതികൾ എങ്ങനെയാണ്? കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി ഫീസ് അടയ്ക്കാം, ഗവൺമെൻറ് ട്രഷറിയിൽ ഫീസ് അടയ്ക്കാം, അതുപോലെ തന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി ഫീസ് അടയ്ക്കാം. അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബാങ്ക് ചെക്ക് വഴി അടയ്ക്കാം, പോസ്റ്റൽ ഓർഡർ വഴി അടയ്ക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC അടുത്ത ഘട്ടങ്ങളിൽ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഫീസ് അടയ്ക്കുന്ന രീതികൾ, അതായത് വിവരാവകാശത്തിന് നമ്മൾ ഫീസ് അടയ്ക്കുന്ന രീതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി അടയ്ക്കാം, അതുപോലെ തന്നെ ഗവൺമെൻറ് ട്രഷറിയിൽ അടയ്ക്കാം, അതുപോലെ തന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി ഫീസ് അടയ്ക്കാം. അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അഥവാ ബാങ്ക് ചെക്ക് വഴി ഫീസ് അടയ്ക്കാം. പിന്നെ പോസ്റ്റൽ ഓർഡർ വഴി ഫീസ് അടയ്ക്കാം കേട്ടോ. പിന്നെ ലഭ്യമാകുന്ന വിവരങ്ങൾ PSC സ്ഥിരമായിട്ട് വയ്ക്കുന്നതാണ്. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, സർക്കുലറുകൾ, മെമ്മോകൾ, ഉത്തരവുകൾ, ലോഗ് ബുക്കുകൾ, കരാറുകൾ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയവയൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങളാണ് കേട്ടോ. പിന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി ആർക്കാണ് അപ്പീൽ നൽകേണ്ടത്? പ്രസ്തുത ഓഫീസിൽ ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് നമുക്ക് അപ്പീൽ നൽകേണ്ടത്. അതുപോലെ തന്നെ രണ്ടാം അപ്പീൽ ആർക്കാണ് നൽകേണ്ടതെന്നും ചോദിക്കാറുണ്ട്. രണ്ടാം അപ്പീൽ ആർക്കാണ് നൽകേണ്ടത്? സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന് അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന് നമുക്ക് രണ്ടാം അപ്പീൽ നൽകാം. ആദ്യ അപ്പീൽ നൽകേണ്ടത് എപ്പോഴും ആ ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും കേട്ടോ. അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം വരെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് വിവരാവകാശ നിയമപരിധിയിൽ വരുന്നത് കേട്ടോ. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ് അന്തിമം കേട്ടോ. അപ്പോൾ എന്താണ്? അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. മാർക്കല്ലേ. പക്ഷേ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്രത്തിൻ്റെ ആയിരിക്കും കേട്ടോ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസിൽ ഇടപെടാൻ അധികാരമില്ല. അപ്പം നാളെ PSC എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഏതൊക്കെ കോടതികൾക്ക് ഇടപെടാൻ സാധിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതി, ഹൈക്കോടതി, അതുപോലെ തന്നെ ഇങ്ങനെ ഓപ്ഷൻ തരാം. അപ്പം നമുക്ക് അപ്പോഴേ പഠിച്ചു വെച്ചു. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസിൽ ഇടപെടുവാൻ അധികാരമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അധികാരമുള്ളത് ആർക്കൊക്കെയാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും കേട്ടോ. പിന്നെ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകാത്ത വിവരങ്ങൾ സെക്ഷൻ 8 ആണ്. മറക്കല്ലേ, സെക്ഷൻ 8 ആണ്. സെക്ഷനൊക്കെ ചോദിക്കാറുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകാത്ത വിവരങ്ങൾ വരുന്നത് സെക്ഷൻ 8 ആണ്. അതായത് നമുക്കറിയാമല്ലോ, ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വയും തന്ത്രപ്രാധാന്യത്തെയും ശാസ്ത്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങളെയും വിദേശ രാജ്യവുമായി ഉള്ള ബന്ധത്തെ ഹാനികരിക്കുന്നതും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായ വിവരണത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും കോടതിയോ ട്രൈബ്യൂണലുകളോ പ്രസിദ്ധീകരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ വിവരങ്ങൾ, പ്രസിദ്ധീകരിച്ചാൽ കോടതിയലക്ഷ്യമാകുന്ന വിവരങ്ങൾ, പിന്നെ അന്വേഷണത്തിൻ്റെയോ കുറ്റവാളികളുടെയോ അറസ്റ്റിൻ്റെയോ പ്രോസിക്യൂഷൻ നടപടിക്രമത്തിൻ്റെയോ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ എന്നിവയൊന്നും നമുക്ക് ലഭ്യമാകാത്ത വിവരങ്ങളായിട്ടാണ് വരുന്നത്. അത് സെക്ഷൻ 8 ആണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വിവരാവകാശ നിയമത്തിൻ്റെ ക്ലാസ്സിലും അതുപോലെ തന്നെ റിവിഷൻ വിത്ത് PYQ ചെയ്തിട്ടുണ്ട്. സുപ്രധാന നിയമങ്ങൾ അതിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ സമയപരിധി. അപേക്ഷ സമർപ്പിച്ച് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ മറുപടി 30 ദിവസത്തിനുള്ളിൽ കിട്ടണം കേട്ടോ. നമ്മളിപ്പോൾ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ മറുപടി 30 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് 35 ദിവസത്തിനുള്ളിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപേക്ഷ നമ്മൾ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി കിട്ടണം. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 കേട്ടോ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണെങ്കിൽ 30, അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണെങ്കിൽ 35 ദിവസം കേട്ടോ. മറക്കല്ലേ. പിന്നെ ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 48 മണിക്കൂറിനുള്ളിൽ കേട്ടോ. ആവശ്യപ്പെടുന്ന വിവരം നമ്മുടെ വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ
മറുപടി ലഭിക്കേണ്ടത് 48 മണിക്കൂറിനുള്ളിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂന്നാം കക്ഷിയുടെ വിവരം, അതായത് മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി ലഭിക്കേണ്ട 40 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചാണ്. ഈ സമയപരിധികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സമയപരിധികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. അപേക്ഷ സമർപ്പിച്ച് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് എത്രയാണ്? 30 ദിവസത്തിനുള്ളിൽ. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ. പിന്നെ ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയൊക്കെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 48 മണിക്കൂറിനുള്ളിലാണ്. ഇപ്പോഴേ ക്ലിയർ ആക്കി പൊക്കോ. പിന്നെ മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നതാണ് എങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 40 ദിവസത്തിനുള്ളിൽ. അപ്പോൾ മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നതെങ്കിൽ മറുപടി ലഭിക്കേണ്ട എത്ര ദിവസത്തിനുള്ളിലാണ്? 40 ദിവസത്തിനുള്ളിൽ. പിന്നെ നമുക്ക് മറുപടി ലഭിക്കാൻ വേണ്ടി മൂന്നാം കക്ഷിക്ക് അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി 5 ദിവസമാണ് കേട്ടോ. അപ്പം നമ്മളൊരു കാര്യം ചോദിച്ചല്ലോ, അത് മൂന്നാം കക്ഷിയോട് അഭിപ്രായം ചോദിക്കേണ്ട ഇതുണ്ടല്ലോ ഇൻഫർമേഷൻ ഓഫീസർക്ക്. അപ്പോൾ അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി 5 ദിവസമാണ് കേട്ടോ. പിന്നെ മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസം കേട്ടോ. അഭിപ്രായം ആരായാൻ 5 ദിവസം മൂന്നാം കക്ഷിക്ക്, അതുപോലെ തന്നെ മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസമാണ് കേട്ടോ. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസമാണ് കേട്ടോ. 5 ദിവസം. പിന്നെ എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടതെന്നാണ് ചോദിക്കേണ്ടത്. മറുപടി ലഭിച്ച് മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ ആണ് നൽകേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്നാം അപ്പീൽ നൽകേണ്ടത് 30 ദിവസത്തിനുള്ളിൽ. അതായത് ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ 45 ദിവസത്തിനുള്ളിൽ. പിന്നെ എത്ര ദിവസത്തിലാണ് രണ്ടാം അപ്പീൽ നൽകേണ്ടത്? രണ്ടാം അപ്പീൽ 90 ദിവസത്തിനുള്ളിൽ കേട്ടോ. 90 ദിവസത്തിനുള്ളിൽ. പിന്നെ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല കേട്ടോ. നിഷ്കർഷിച്ചിട്ടില്ല. ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് വരുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ് വരുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എങ്ങനെയാണ്? വിവരാവകാശ നിയമം 2005 12-ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ഉൾക്കൊള്ളുന്ന മന്ത്രാലയമൊക്കെ PSC ചോദിക്കാറുണ്ട്. പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയമാണ്. പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയം. പിന്നെ കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും കൂടാതെ 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എത്ര പേരാണ് അടങ്ങുന്നത്? ടോട്ടൽ 11 പേരാണ് വരുന്നത് കേട്ടോ. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അതുപോലെ തന്നെ 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും, ചീഫും ഉണ്ടാവും, അതുപോലെ തന്നെ 10 അംഗങ്ങളും ഉണ്ടാവും. അങ്ങനെ ഓർത്ത് വെച്ചോ. പിന്നെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3-അംഗ സമിതിയാണ്. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞാൽ നമ്മൾ സംസ്ഥാനത്തിൻ്റെ കാര്യമാണ് ട്രിവാൻഡ്രം ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഇവിടെ കേന്ദ്രത്തിൻ്റെ കാര്യമാണ്. കേന്ദ്രത്തിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന് മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 1-ാം ഷെഡ്യൂൾ പ്രകാരം. രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കൂ കേട്ടോ. പിന്നെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും കേട്ടോ. പിന്നെ ആസ്ഥാന ഭവനം CAC ഭവൻ ന്യൂഡൽഹിയാണ്. ആസ്ഥാന ഭവനം CAC ഭവൻ ന്യൂഡൽഹി. പിന്നെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. പിന്നെ ആദ്യ വനിതയാണ് ദീപക് സന്ധു. രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ് കേട്ടോ. പിന്നെ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹിരാലാൽ സമരിയ. 12-ാമത്തെയാണ് ഹിരാലാൽ സമരിയ. പിന്നെ ദളിത് വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് വിവരാവകാശ കമ്മീഷൻ ആവുന്ന വ്യക്തി ഇവിടാണ്. അപ്പോൾ മുഖ്യ വിവരാവകാശ ചെയർമാൻ അഥവാ കമ്മീഷണർ ആരാണ്? ചീഫ് ആരാണ്? ഹിരാലാൽ സമരിയാണ് നിലവിലെ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരണമായത് 2005 ഡിസംബർ 19-നാണ്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. നമ്മൾ കേന്ദ്രത്തിൽ പറഞ്ഞതിനോട്ട് 10-ൽ കൂടാത്ത അംഗങ്ങൾ കേട്ടോ. പിന്നെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3-അംഗ സമിതിയാണ്. നിയമിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ ഗവർണറാണ് നിയമിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറിന് മുമ്പാകെയാണ് കേട്ടോ. രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണറാണ്. അവിടെ കേന്ദ്രത്തിൽ രാഷ്ട്രപതിയാണെങ്കിൽ ഇവിടെ ഗവർണറായിരിക്കും. അങ്ങനെ ഓർത്തോ. നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. പിന്നെ കേരളത്തിലെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ്. നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ്. പിന്നെ ഈ നിയമം ഒന്ന് ഭേദഗതി ചെയ്തപ്പോൾ വിവരാവകാശ ഭേദഗതി നിയമം 2019 19 ചില കാര്യങ്ങളൊന്നും ഭേദഗതി ചെയ്തിരുന്നു. ആ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ച ജിതേന്ദ്ര സിംഗ് ആണ്. 2019 ജൂലൈ 19 ബില്ല് ലോക്സഭ പാസ്സാക്കിയത് ജൂലൈ 22 കേട്ടോ. 2019 ജൂലൈ 22. 2019 ജൂലൈ 25 രാജ്യസഭ പാസ്സാക്കി. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019
ഓഗസ്റ്റ് 1 കേട്ടോ. അപ്പോൾ എന്താണ് ചേഞ്ച് വരുത്തിയെന്നല്ലയോ അത് നോക്കാം. നമുക്ക് 2019 RTA റൂൾ പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി 3 വർഷമായിട്ട് ചുരുക്കി കേട്ടോ. കാലാവധി 3 വർഷമായിട്ട് ചുരുക്കി കേട്ടോ. അതുപോലെ തന്നെ 2019 RTA റൂൾ പ്രകാരം കേന്ദ്ര സംസ്ഥാന കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യം തീരുമാനിക്കുന്ന ഇനി മുതൽ സർക്കാരാണ് കേട്ടോ. സർക്കാരാണ്. കേന്ദ്രത്തിലാണ് കേന്ദ്ര സർക്കാർ, സംസ്ഥാനത്തിനെയാണ് സംസ്ഥാന സർക്കാരുമായിരിക്കും ശമ്പളം മറ്റു കാര്യങ്ങളും മറ്റ് ആനുകൂല്യമൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. പിന്നെ 2019 RTA റൂൾസ് പ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനുടെ ശമ്പളം എത്രയാണെന്ന് പറഞ്ഞാൽ 2,50,000 രൂപ. ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2019 ഭേദഗതി നിയമപ്രകാരം നമ്മുടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എത്രയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2,50,000 രൂപയാണ്. പിന്നെ 2019 RTA റൂൾസ് പ്രകാരം കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ അവരുടെ ശമ്പളം 2,25,000 രൂപ. ബാക്കിയുള്ള വിവരാവകാശ കമ്മീഷണർമാരുടെ ശമ്പളം സംസ്ഥാനത്തിലെ ആയാലും കേന്ദ്രത്തിലെ ആയാലും ബാക്കിയുള്ളവരെ 2,25,000 രൂപയും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം മാത്രമാണ് 2,50,000 രൂപയാണ്. അപ്പോൾ നമ്മൾ വിവരാവകാശ നിയമമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി എക്സാമിന് പോകേണ്ട നമ്മുടെ കൂട്ടുകാർക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്നൊരു മാർക്ക് ഷുവറായിട്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സുപ്രധാന ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏതൊക്കെയാണ്? ഉൾപ്പെടാത്ത സേവനങ്ങൾ ഇതിനകത്ത് വരുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. നിസ്വാർത്ഥ സേവനങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. വാർത്താ വിവരണം, ഗതാഗതം, ഇൻഷുറൻസ് ഒക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പം നമുക്ക് സുപ്രധാന നിയമങ്ങളിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമോടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം, പഠിച്ചിട്ട് പോകാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കോപ്ര. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നു. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം അംഗീകരിച്ച വർഷം എന്നാണ് 1985. ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഒരു നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1986 ഡിസംബർ 24. ഈ ഡിസംബർ 24 ആയതുകൊണ്ട് തന്നെ ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ 24. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15. ഇത് ഓർത്ത് വെച്ചോ. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24 കേട്ടോ. അപ്പം ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഒരു നിയമം നിലവിൽ വന്നു നിന്നാണ് 1986 ഡിസംബർ 24 കേട്ടോ. അപ്പോൾ എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പകരമായി നിലവിൽ വന്ന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കേട്ടോ. ഉപഭോക്താവിന് അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിനും നടപ്പാക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നിലവിൽ വന്ന നിയമമാണ് ഈ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്താക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും സമയബന്ധിതമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ നിയമം മുൻഗണന ചെയ്യുന്നു. ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 30, രാജ്യസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 6, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9. അതുപോലെ തന്നെ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20. ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019, നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20. 2020 ജൂലൈ 20, 2020 എന്ന് ഓർത്ത് വെച്ചു. പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 8 അധ്യായങ്ങളുണ്ട് കേട്ടോ. പിന്നെ 107 വകുപ്പുകളും 8 അധ്യായങ്ങളും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലുണ്ട്. അധ്യായം 1 പ്രാരംഭികമാണ് വരുന്നത്. അധ്യായം 2 ഉപഭോക്തൃ സംരക്ഷണ സമിതികളെക്കുറിച്ചാണ്. അധ്യായം 3 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റികളെക്കുറിച്ചാണ്. അധ്യായം 4 ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെക്കുറിച്ചാണ്. പിന്നെ അധ്യായം 5 എന്താണ്? മധ്യസ്ഥതയാണ്. അധ്യായം 6 ഉൽപ്പന്ന ബാധ്യത. അധ്യായം 7 കുറ്റങ്ങളും പിഴകളും. അധ്യായം 8 പലവക വരുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട സെക്ഷൻസ് പെട്ടെന്ന് നോക്കിയിട്ട് പോകാം. ഉപഭോക്താവ്, കൺസ്യൂമർ, സെക്ഷൻ 2(7) ഉപഭോക്താവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അടുത്ത ഘട്ടങ്ങളിൽ വരുന്ന എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, ഉപഭോക്താവ് എന്നാൽ എന്തെന്ന് ചോദിക്കാം. അപ്പോൾ ഉപഭോക്താവ് എന്ന് ഓർത്ത് വെച്ചോ, പണം നൽകിയോ അല്ലെങ്കിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ അല്ലെങ്കിൽ പണം ഭാഗികമായി നൽകിയോ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ ഏതെങ്കിലും സാധനം വാങ്ങുന്ന വ്യക്തി ഓർ സേവനം പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. എന്നാൽ പുനർവിൽപ്പനയ്ക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യത്തിനോ ആയി സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തിയെ, സേവനം പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിയെ ഉപഭോക്താവായി കണക്കാക്കുന്നില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെയധികം 90% ചാൻസ് കൂടുതലാണ്. ഉപഭോക്താവിൻ്റെ എന്താണെന്നുള്ള നിർവചനം എന്താണെന്നുള്ളത് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു വെച്ചു. ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, എന്തെങ്കിലും പണം നൽകിയൊക്കെ നമ്മൾ സാധനം മേടിക്കുന്ന ആളെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. പണം വാങ്ങുന്ന സാധനങ്ങൾ മേടിക്കുന്ന വ്യക്തിയോ സേവനം പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിയൊക്കെയാണ് ഉപഭോക്താവ് എന്ന് നിർവചനത്തിൽ ഉൾപ്പെടുന്നത്. എന്നാൽ പുനർവിൽപ്പനയ്ക്ക്, അതായത് നമുക്കറിയാം
നമ്മുടെ നാട്ടിലൊക്കെ പലചരക്ക് കടകളും ഒക്കെ കാണത്തില്ലേ, അവരൊക്കെ ഒരു ഹോൾസെയിലറിൽ നിന്ന് മേടിച്ചിട്ട് അത് ഉപയോഗിക്കുന്നില്ലല്ലോ, അവരത് വിൽക്കുന്നില്ലയോ, മേടിച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഉപഭോക്താവായിട്ട് കാണാൻ സാധിക്കില്ല എന്നാണ് ഈ കൺസ്യൂമർ പറയുന്നത്. അതാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. എന്നാൽ പുനർവിൽപ്പനയ്ക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യത്തിനോ ആയി സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തിയെ ഓർ സേവനം പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിയെ ഉപഭോക്താവായി കണക്കാക്കുന്നതല്ല എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളാണ് പറയുന്നത്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സെക്ഷൻ 2(9) വരുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. 6 അവകാശങ്ങളുണ്ട്. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, പിന്നെ ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സെക്ഷൻ 2(9) വരുന്നത്. എന്തൊക്കെയാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. പിന്നെ പരാതിക്കാരൻ സെക്ഷൻ 2(5) വരുന്നത്. പരാതിക്കാരൻ എന്താണ്? ഒരു ഉപഭോക്താവ്, അതുപോലെ തന്നെ ഒരേ താല്പര്യമോ ഒന്നോ അതിലധികമോ ഉള്ള ഉപഭോക്താക്കളെ പരാതിക്കാരായിട്ട് വരും. പിന്നെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപഭോക്തൃ അസോസിയേഷൻ, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്. ഒരു ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ അയാൾക്ക് വേണ്ടി അയാളുടെ നിയമപരമായ അവകാശി ഓർ പ്രതിനിധിയൊക്കെ പരാതിക്കാരൻ്റെ ഇതിൽ വരും. പിന്നെ ഒരു പ്രായപൂർത്തിയാകാത്ത ഉപഭോക്താവാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ അഥവാ രക്ഷിതാവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ അവകാശങ്ങൾ എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. പരാതിക്കാരൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് PSC അടുത്ത ഘട്ടങ്ങളിൽ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പരാതിക്കാരനായിട്ട് വരുന്ന ആരൊക്കെയാണ്? ഒരു ഉപഭോക്താവ് വരും, അത് നമുക്കറിയാം, ഉപഭോക്താവ് വരും. പിന്നെ ഒരേ താല്പര്യമോ ഒന്നോ അതിലധികമോ ഉള്ള ഉപഭോക്താക്കൾ വരും, കൂട്ടമായിട്ട് നമ്മൾ പോയി പരാതി കൊടുക്കുന്നതും വരും. പിന്നെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപഭോക്തൃ അസോസിയേഷനൊക്കെ ഇല്ലേ, അസോസിയേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് പറ്റും, സംസ്ഥാന ഗവൺമെൻറ്റിന് പറ്റും. പിന്നെ ഒരു ഉപഭോക്താവ് മരണം സംഭവിച്ചാൽ, എന്തെങ്കിലും കഴിച്ചോ, ഇപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യം ഓർക്കാമല്ലോ, എന്തെങ്കിലും കഴിച്ചിട്ട് എന്തെങ്കിലും മരണം സംഭവിക്കത്തില്ലേ, അപ്പോൾ അങ്ങനെ ഒരു ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ അയാൾക്ക് വേണ്ടി അയാളുടെ നിയമപരമായ അവകാശി അഥവാ പ്രതിനിധിക്ക് പരാതിക്കാരൻ്റെ പട്ടികയിൽ വരും. അതുപോലെ തന്നെ ഒരു പ്രായപൂർത്തിയാകാത്ത ഉപഭോക്താവാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ, രക്ഷിതാവൊക്കെ വരും കേട്ടോ, പരാതിക്കാരൻ്റെ സെക്ഷനിൽ മറക്കല്ലേ. പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വ്യക്തി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി രജിസ്റ്റർ ചെയ്തതോ അല്ലാതായതോ ഒരു സ്ഥാപനമായി ഒരു വ്യക്തി എന്തായിട്ടൊക്കെ കണക്കാക്കാമെന്നാണ്. ഒരു വ്യക്തിയായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തതോ അല്ലാത്തതോ ആയ സ്ഥാപനം, ഒരു ഹിന്ദു അവിഭക്ത കുടുംബം, ഒരു സഹകരണ സംഘടന. പിന്നെ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തതോ അല്ലാത്തതോ ആയ വ്യക്തികളുടെ ഒരു അസോസിയേഷൻ. പിന്നെ സംയോജിക്കപ്പെട്ടതോ അല്ലാത്തതോ ആയ കോർപ്പറേഷൻ, കമ്പനി അല്ലെങ്കിൽ വ്യക്തികളുടെ സംഘം. പിന്നെ കൃത്രിമ ജൂറിഡിക്കൽ വ്യക്തി കേട്ടോ, മറക്കല്ലേ. പിന്നെ നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ സമിതിയിലെ അധ്യായം 2-ലാണ് കേന്ദ്ര സമിതി, സംസ്ഥാന സമിതി, ജില്ലാ സമിതി വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര സമിതിയിൽ ആരൊക്കെയാണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന കേന്ദ്ര സമിതി രൂപീകരിക്കുന്നത്. സംസ്ഥാന സമിതിയോ? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി അഥവാ സംസ്ഥാന സമിതി രൂപീകരിക്കുന്നത്. പിന്നെ ജില്ലാ സമിതി അറിയാമല്ലോ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെയാണ് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന ജില്ലാ സമിതി രൂപീകരിക്കുന്നത്. എപ്പോഴും കേന്ദ്ര സമിതിയുടെ ചെയർപേഴ്സൺ എപ്പോഴും കേന്ദ്ര ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രിയാണ്. കേന്ദ്ര സമിതിയുടെ ചെയർപേഴ്സൺ എപ്പോഴും ആരായിരിക്കും? കേന്ദ്ര ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ തന്നെ സംസ്ഥാന സമിതിയുടെ ആരായിരിക്കും? സംസ്ഥാന ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കും ചെയർപേഴ്സണായിട്ട് വരുന്നത്. പിന്നെ ജില്ലാ സമിതിയുടെ എപ്പോഴും ഓർത്ത് വെച്ചോ, ജില്ലാ സമിതിയുടെ ചെയർപേഴ്സൺ എപ്പോഴും ജില്ലാ കളക്ടറായിരിക്കും കേട്ടോ, ജില്ലാ കളക്ടറായിരിക്കും. പിന്നെ കേന്ദ്ര സമിതി വർഷത്തിൽ ഒരു യോഗമെങ്കിലും കൂടേണ്ടതാണ്. കേന്ദ്രത്തിൽ വർഷത്തിൽ ഒരു യോഗം കൂടേണ്ടതാണ്. സംസ്ഥാനത്ത് കുറഞ്ഞത് 2 യോഗങ്ങളിലും കൂടേണ്ടതാണ് കേട്ടോ. പിന്നെ വർഷത്തിൽ കുറഞ്ഞത് അപ്പം ജില്ലയിൽ സംസ്ഥാനത്തിലും 2 യോഗങ്ങൾ വർഷത്തിൽ കൂടേണ്ടതാണെന്നാണ് പറയുന്നത്. പക്ഷേ കേന്ദ്രത്തിൽ ഒരു വർഷത്തിൽ കുറഞ്ഞത് ഒരു യോഗമെങ്കിലും കൂടേണ്ടതാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്താണ്? അതോറിറ്റി അധ്യായം 3 വരുന്നത്. രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രതിപാദിക്കുന്ന സെക്ഷൻ 10. അധികാരങ്ങൾ സെക്ഷൻ 18. ചുരുക്കപ്പേര് കേന്ദ്ര അതോറിറ്റി. ആസ്ഥാനം ന്യൂഡൽഹി. നിലവിൽ വന്നത് 2020 ജൂലൈ 24. 2020 ജൂലൈ 20 നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് കേട്ടോ. ആദ്യ അധ്യക്ഷൻ നീതികരയാണ്. പിന്നെ കേന്ദ്ര അതോറിറ്റിയിൽ ഒരു ചീഫ് കമ്മീഷണറും 5-ൽ കുറയാത്ത കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും. കാലാവധി, ശമ്പളം, രാജി നീക്കലെല്ലാം
രാജി നീക്കം ചെയ്യലെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിലാണ്. പിന്നെ ലക്ഷ്യങ്ങൾ എന്താണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, പ്രോത്സാഹിപ്പിക്കുക, നടപ്പിലാക്കുക. അന്യായമായി വ്യാപാരം സമ്പ്രദായം നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകുക. പിന്നെ അന്വേഷണ വിഭാഗം വരുന്നത് സെക്ഷൻ 15 കേട്ടോ, ഓർത്ത് വെച്ചോണേ. അന്വേഷണ വിഭാഗം വരുന്നത് നേതൃത്വം നൽകുന്നത് ഡയറക്ടർ ജനറലാണ്, നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർക്ക് പരാതിപ്പെടാവുന്നതാണ് കേട്ടോ. പിന്നെ പ്രാഥമിക അന്വേഷണം സെക്ഷൻ 19 ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ തെറ്റായ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചരക്കുകൾ തിരിച്ചു വിളിക്കാനും പിൻവലിക്കാനുമുള്ള അധികാരമുണ്ട്, സെക്ഷൻ 20 വരുന്നത് കേട്ടോ. പിന്നെ തെറ്റായ പരസ്യങ്ങൾക്കെതിരായുള്ള നടപടി സെക്ഷൻ 21 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റായ പരസ്യങ്ങൾക്കെതിരായ നടപടി സെക്ഷൻ 21. തെറ്റായ പരസ്യങ്ങൾ പ്രദർശിപ്പിച്ചാലുള്ള പിഴ എത്രയാണെന്ന് ചോദിക്കാം, 10 ലക്ഷം രൂപയാണ് പിഴ വരുന്നത്. ആവർത്തിച്ചാൽ 50 ലക്ഷം രൂപ. തെറ്റായ പരസ്യം നൽകിയ ആളെ വിലക്കാൻ 1 വർഷം ആണ്, ആവർത്തിച്ചാൽ 3 വർഷമാണ്. പിന്നെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധ്യായം 4 വരുന്നത്. സെക്ഷൻ 28 മുതൽ 73 വരെയാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇതിനകത്തു നിന്നൊക്കെ PSC LDC എക്സാമിന് ഇതിനകത്തു നിന്നൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ, ഈ തർക്ക പരിഹാര കമ്മീഷന് വേണ്ടി. അപ്പം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്താണ്? 28(1). അപ്പോൾ അതറിയാം, ജില്ല എന്ന് നോക്കുമ്പോഴല്ല, ജില്ലാ തലത്തിലുള്ള തർക്ക പരിഹാര കമ്മീഷനാണ്. ഉചിതമെന്ന് തോന്നിയാൽ ഒരു ജില്ലയിൽ ഒന്നിലധികം ജില്ലാ കമ്മീഷൻ സ്ഥാപിക്കാവുന്നതാണ്. പിന്നെ ഒരു പ്രസിഡന്റ്, 2-ൽ കുറയാത്ത അംഗങ്ങളും. പിന്നെ നിയമന യോഗ്യത കാലാവധി രാജിവെക്കലെല്ലാം കേന്ദ്ര സർക്കാരാണ്. പിന്നെ ശമ്പള അലവൻസ് മറ്റ് സേവനങ്ങളെല്ലാം സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സെക്ഷൻ 42 സംസ്ഥാന തലത്തിലാണ്. പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും. ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ സെക്ഷൻ 53 വരുന്നത്, ദേശീയ തലത്തിലാണ്. അതിലും പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളുമാണ് വരുന്നത്. നമുക്ക് എന്താ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കമ്മീഷൻ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. അറിയപ്പെടുന്നത് ജില്ലാ കമ്മീഷൻ എന്നാണ്. അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങളുമാണ് ജില്ലയിൽ വരുന്നത്. പിന്നെ അധികാര പരിധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഞാൻ പിന്നെ പറയാം. ഉത്തരവിൻ്റെ തീയതി മുതൽ 45 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ നൽകാമെന്നുള്ളത്. അപ്പീൽ നൽകുന്നത് സംസ്ഥാന കമ്മീഷനാണ്. പിന്നെ സംസ്ഥാന കമ്മീഷൻ തർക്ക പരിഹാര കമ്മീഷൻ അറിയപ്പെടുന്ന സംസ്ഥാന കമ്മീഷനാണ്. പ്രസിഡന്റ് 4-ൽ കുറയാത്തത്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വരുന്നതും പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും കേട്ടോ. പിന്നെ ഉത്തരവിൻ്റെ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ, ഇവിടെയും ഉത്തരവിൻ്റെ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഇനിയാണ് പറയുന്നത്, ഇനിയാണ് നമ്മൾ അധികാര പരിധികൾ പ്രീവിയസ് ആയിട്ട് LDC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് അധികാര പരിധികൾ 50 ലക്ഷത്തിൽ താഴെയാണ്, 50 ലക്ഷത്തിൽ താഴെ. അതുപോലെ തന്നെ സംസ്ഥാനമാണെങ്കിൽ 50 ലക്ഷത്തിന് 2 കോടിക്കും ഇടയിൽ കേട്ടോ. അധികാര പരിധി സംസ്ഥാനമാണെങ്കിൽ 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിൽ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് 2 കോടിക്ക് മുകളിൽ കേട്ടോ. അപ്പോൾ 50 ലക്ഷത്തിൽ താഴെയാണ് ജില്ല, 50 ലക്ഷത്തിന് 2 കോടിക്കും ഇടയിലാണ് സംസ്ഥാനം. അതുപോലെ തന്നെ ദേശീയമാണെങ്കിൽ 2 കോടിക്ക് മുകളിലാണ് കേട്ടോ. പിന്നെ അപ്പീൽ ഉത്തരവിൻ്റെ തീയതി മുതൽ 45 ദിവസത്തിനുള്ളിലാണ് ജില്ല. പിന്നെ ഉത്തരവിൻ്റെ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിലാണ് സംസ്ഥാനം. അതുപോലെ തന്നെയാണ് കേന്ദ്രവും. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും ഉത്തരവിൻ്റെ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ. ജില്ല അപ്പീൽ നൽകുന്നത് സംസ്ഥാന കമ്മീഷനിലായിരിക്കും. അതപ്പോൾ അറിയാമല്ലോ, അത് നമ്മൾ ഒരു ഓർഡർ ഇപ്പോൾ ജില്ല സംസ്ഥാന കമ്മീഷനും, അതുപോലെ തന്നെ സംസ്ഥാനം നൽകുന്നത് ദേശീയ കമ്മീഷനും, ദേശീയ കമ്മീഷൻ നൽകുന്നത് സുപ്രീം കോടതിയിലുമാണേ, ഓർത്ത് വെച്ചോണേ. പിന്നെ ചരക്കുകളുടെ സേവനങ്ങളുടെ മൊത്തം മൂല്യവും ക്ലെയിം ചെയ്ത് നഷ്ടപരിഹാരം അടയ്ക്കേണ്ട ഫീസും ഒക്കെ ചോദിക്കാറുണ്ട്. 5 ലക്ഷം രൂപ വരെ നമുക്ക് ഫീസില്ല കേട്ടോ, 5 ലക്ഷം രൂപ വരെ ഫീസില്ല. അതുപോലെ തന്നെ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ 200 രൂപയും, 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 400 രൂപയും, 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ 1000 രൂപയും, 50 ലക്ഷം മുതൽ 1 കോടി വരെ 2000 രൂപയും. പിന്നെ 10 കോടിക്ക് മുകളിലാണ് 75,000 രൂപയും കേട്ടോ. 10 കോടിക്ക് മുകളിലാണ് 75,000 രൂപ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള, എക്സാമിന് ചോദിക്കേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ, മറക്കല്ലേ. പിന്നെ ഈ അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ഏതാണ് പട്ടികവർഗക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനം അല്ലാത്തത് എന്നാണ് വെച്ചിരിക്കുന്നത്. അല്ലാത്തതിനകത്ത് ഏതാണ് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക ഉള്ളതെന്നാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. പ്രവർത്തനം അല്ലാത്തത്, ബാക്കി എല്ലാം പ്രവർത്തനങ്ങളാണ്. എന്താണ് വരുന്നത്? ഇത് മാത്രമാണ് പ്രവർത്തനം അല്ലാത്തത് കേട്ടോ. ബാക്കിയല്ല. ഭരണഘടന പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. അത് വായിക്കുമ്പോൾ അറിയാലോ. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക, അത് വരും. പിന്നെ പട്ടികവർഗക്കാരുടെ സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട് ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക, അതും വരും. പിന്നെ പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്കല്ല നൽകേണ്ടത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോണേ.
പിന്നെ അടുത്തത് ഗാർഹിക അതിക്രമണത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അതിനകത്ത് നിർവചനത്തിൽ വരുന്ന ഏതൊക്കെയാണ്? മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, അതുപോലെ തന്നെ സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, അതുപോലെ തന്നെ സാമ്പത്തിക ചൂഷണം, ഇതെല്ലാം നമ്മുടെ ഗാർഹിക അതിക്രമത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പം ഗാർഹിക പീഡന നിയമം 2005 നിലവിൽ വന്നതെന്നാണെന്ന് ചോദിക്കാൻ PSC ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിയമം 2005 നിലവിൽ വന്നത്. 2006 സെപ്റ്റംബർ 13 അപ്പം ഗാർഹിക പീഡന നിയമത്തിലെ അക്രമങ്ങളെക്കുറിച്ച് ഇപ്പം ഈ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗാർഹിക പീഡന നിയമത്തിൽ നമുക്ക് 14 ജില്ലകളിലായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇത് വരുവാണെങ്കിൽ 14 ജില്ലകളിലായിട്ട് പ്രൊട്ടക്ഷൻ ഓഫീസർമാരെയൊക്കെ നിയമിക്കുന്നുണ്ട്. 14 ജില്ലകളിലായിട്ട് പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ കാര്യമൊക്കെ PSC ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരെന്ന് പറയുമ്പോൾ വനിതകളായിരിക്കും വരുന്നത്. അവരുടെ കാലാവധി 3 വർഷമായിരിക്കും വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസർ. അവർ 14 ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട്. ആവശ്യം വന്നാൽ ഒരു ജില്ലയിൽ ഒന്നിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെയൊക്കെ നിയമിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിനകത്ത് ഗാർഹിക പീഡന നിയമത്തിലെ കുട്ടിക്ക് നിർവചനം നൽകുന്നതെന്നാണ് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നുണ്ട്. നമ്മൾ പ്രീവിയസ് റിവിഷൻ ക്ലാസ്സിലെ റിവിഷൻ വിത്ത് PVQ അതിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുട്ടി എന്ന നിർവചനം നൽകുന്നത് 18 വയസ്സിൽ താഴെയാണ്. ഗാർഹിക പീഡന നിയമത്തിൽ കുട്ടിക്ക് നിർവചനം നൽകുന്നത് 18 വയസ്സിൽ താഴെയുള്ളതാണ്. പിന്നെ ഷെൽട്ടർ ഹോം ഉണ്ട്. ഷെൽട്ടർ ഹോം എന്ന് പറയുമ്പോൾ വകുപ്പ് 6 വരുന്നതാണ് ഷെൽട്ടർ ഹോം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവരെയൊക്കെ പ്രൊട്ടക്ഷൻ ഓഫീസറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഇതിൽ പീഡനത്തിനിരയായ സ്ത്രീകളെയൊക്കെ സുരക്ഷമായിട്ട് താമസിപ്പിക്കുന്നതാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ വരുന്നത് സ്ത്രീധന പീഡന മരണത്തിൻ്റെ എന്താണ് സ്ത്രീധന പീഡന മരണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ നടക്കുന്ന അസാധാരണ മരണങ്ങളൊക്കെയാണ് സ്ത്രീധന മരണം എന്നൊക്കെ പറയുന്നത്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിവിഷൻ വിത്ത് PVQ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ക്ലാസ് ഇപ്പോൾ ഒരുപാട് ലോങ് ആയി, അതുകൊണ്ടാണ് എല്ലാം പറഞ്ഞു പോകാൻ പറ്റത്തില്ല. അടുത്തത് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്നത്. പോക്സോ ആക്ട് എന്നാണ് നിലവിൽ വന്നത്? 2012 പോക്സോ ആക്ട് പറയുമ്പോൾ പോക്സോയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പോക്സോ ആക്ടിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആൻഡ് ആക്ട് 2012 കേട്ടോ. പോക്സോ ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നാണ്. പിന്നെ പോക്സോ ആക്ട് പാസ്സാക്കിയതെന്നാണ് 2012 ജൂൺ 19 പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 14. നവംബർ 14 എന്താണ്? ഒരു മിനിറ്റ് പ്രാബല്യത്തിൽ വന്നതാണ് 2012 നവംബർ 14 എന്താണ്? ശിശുദിനമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കല്ലേ. പോക്സോ ആക്ട് 2012 നവംബർ 14. ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ചോദിക്കാറുണ്ട്. പ്രതിഭ പാട്ടീൽ. 9 അധ്യായങ്ങൾ, സെക്ഷൻ 46. കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. വനിതാ ആൻഡ് ശിശുക്ഷേമ വകുപ്പാണ്. പിന്നെ പോക്സോ നിയമത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന രീതിയിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് തരംതിരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കെതിരെയായുള്ള അതിക്രമങ്ങൾ പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ നടപടിക്രമങ്ങളിൽ ശിശു സൗഹാർദ്ദ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കപ്പെടുന്നത് 18 വയസ്സ് പ്രായമുള്ള ഏതൊരാളും കേട്ടോ. ആൺ പെൺ വ്യത്യാസമില്ലാതെ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. പോക്സോ നിയമപ്രകാരം ചോദിക്കാമെന്നല്ല, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കപ്പെടുന്നത് ആരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18 വയസ്സിൽ പ്രായമുള്ള ഏതൊരാളെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ, 18 താഴെയും കേട്ടോ. അതുപോലെ തന്നെ പോക്സോ നിയമം അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആർക്കാണ് പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്നാണ്? റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന മാതാപിതാക്കൾക്ക് പറ്റും, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പറ്റും, ചൈൽഡ് ലൈന് പറ്റും, ഡോക്ടർ ആൻഡ് ആശുപത്രി ജീവനക്കാർക്ക് പറ്റും, സ്കൂൾ അതോറിറ്റി ഹോസ്റ്റൽ ജീവനക്കാർക്ക് പറ്റും, അധ്യാപകർക്ക് പറ്റും, പൊതുപ്രവർത്തകർക്ക് പറ്റും. കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് പോക്സോ നിയമം കേട്ടോ. നമുക്ക് കോമൺ ലോജിക്ക് വെച്ച് തന്നെ കിട്ടും. പിന്നെ പോക്സോ കുറ്റകൃത്യത്തിന് കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ സംഭവിക്കുന്നത് എന്താണ്? പോക്സോ കുറ്റകൃത്യത്തിന് കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം അതിന് ഉത്തരവാദിത്തമുള്ള സ്കൂളിലെ പ്രിൻസിപ്പൽ, ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷൻ, ബാലമന്ദിരത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തുടങ്ങി ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവർക്കും പ്രേരണാ കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെടും കേട്ടോ, നമ്മൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ. അടുത്തത് പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകേണ്ടത് ആർക്കാണ്? ആർക്ക് വേണമെങ്കിലും പരാതി നൽകാം. അതായത് ലോക്കൽ പോലീസിന് പരാതി നൽകാം, അതുപോലെ തന്നെ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിന് പരാതി നൽകാം, അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകാം, പിന്നെ ചൈൽഡ് ലൈനിന് പരാതി നൽകാവേ. അപ്പോൾ ചൈൽഡ് ലൈനിൻ്റെ ടോൾ ഫ്രീ നമ്പർ കൊടുത്തു വെച്ചോ
98, അതായത് 1098 നമ്മുടെ ചൈൽഡ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പർ വരുന്നത്. പിന്നെ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ SCPCR, അതായത് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിനും നമുക്ക് പരാതി നൽകാം. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാം പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പരാതി ആർക്കൊക്കെയാണ് നൽകേണ്ടത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോണേ. പിന്നെ പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനിടെയുള്ള നടപടിക്രമങ്ങളാണ് വെച്ചിരിക്കുന്നത്. നിയമപ്രകാരം കുറ്റകരമായ ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞെന്നോ നടക്കാൻ പോകുന്നുവെന്നോ അറിവുള്ളയാൾ ഈ വിവരം സ്പെഷ്യൽ എഞ്ചിനീയറിംഗ് പോലീസ് യൂണിറ്റിനെയോ ലോക്കൽ പോലീസിനെയോ അറിയിക്കുകയാണ് വേണ്ടത്. പിന്നെ ബാലസൗഹൃദമായ നടപടിക്രമങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ PSC ചോദിക്കാം. പോക്സോ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ബാലസൗഹൃദമായ ചില നടപടിക്രമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങളുടെ വിചാരണ വേഗത്തിൽ തീർപ്പാക്കാൻ കോടതികൾ സ്ഥാപിക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, മറക്കല്ലേ, വേഗത്തിൽ തന്നെ അത് പോക്സോ കേസുകൾ തീർപ്പാക്കണമെന്നാണ് പറയുന്നത്. പിന്നെ കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതിനും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാവുന്ന മാധ്യമ റിപ്പോർട്ടുകൾ വിലക്കുന്നു. മാധ്യമങ്ങളിലൊന്നും പ്രസിദ്ധീകരിക്കാനൊന്നും പാടില്ല. പിന്നെ മൊഴി രേഖപ്പെടുത്തുന്നത് കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിക്ക് കൂടുതൽ അഭികാമ്യമെന്ന് തോന്നുന്ന മറ്റേതെങ്കിലും സ്ഥലത്തോ വെച്ചായിരിക്കണം കേട്ടോ. മൊഴി രേഖപ്പെടുത്തുന്നത് ഒരിക്കലും സ്റ്റേഷനിൽ വിളിച്ചാൽ ഓപ്ഷന് ചിലപ്പം കാണും മൊഴി പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്താമെന്നൊക്കെ കാണും, തെറ്റാണത്. കുട്ടിയുടെ മൊഴി എപ്പോഴും രേഖപ്പെടുത്തുന്നത് കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിക്ക് കൂടുതൽ അഭികാമ്യം എന്ന് തോന്നുന്ന മറ്റേതെങ്കിലും സ്ഥലത്തോ വെച്ചായിരിക്കണം. പിന്നെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മൊഴി എടുക്കണം കേട്ടോ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിഫോം പാടില്ല. അത് വളരെ നിങ്ങൾ ഓർത്ത് വെച്ചോ. നമ്മളിപ്പോൾ പോക്സോ കേസിൽ ഒരു കുട്ടിയുടെ മൊഴി എടുക്കാൻ പോകുമ്പോൾ യൂണിഫോം ഒരിക്കലും പാടില്ല. കുട്ടിക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് യൂണിഫോം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് പേടി വരത്തില്ലേ യൂണിഫോമും കാര്യങ്ങളും പോലീസ് അവർക്ക്. അപ്പോൾ എന്താ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊന്നും വെളിപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ യൂണിഫോം പാടില്ല, എപ്പോഴും മൈൻഡ് ചേർത്തോ, യൂണിഫോം പാടില്ല. പിന്നെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മൊഴി രേഖപ്പെടുത്താൻ ചുമതല ഏർപ്പെടുത്തണം, യൂണിഫോം പാടില്ല. പിന്നെ 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം കേട്ടോ. 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. പിന്നെ കോടതി കൂട്ടവിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്ന് നിശ്ചയിച്ചു. 1 വർഷത്തിനുള്ളിൽ കൂട്ടവിചാരണ, 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. പിന്നെ ഇതിനകത്ത് വരുന്നത് ഭേദഗതി നിയമം 2019 ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഭേദഗതി ചെയ്തത്? കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്നതിനോടൊപ്പം ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയാണ് ഭേദഗതി ചെയ്തത് കേട്ടോ. അത് 2019 ഭേദഗതി ചെയ്തത്. ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി ഇറാനിയാണ്. അതുപോലെ തന്നെ ബില്ല് എന്നാണ് വന്നത്? 2019 ആഗസ്റ്റ് 5 ബില്ല് വന്നത്. പിന്നെ ഭേദഗതി വരുത്തിയ വകുപ്പുകൾ 2-4 ആദ്യം ജസ്റ്റ് ഒന്ന് ഓർക്കുക, അതൊന്നും ചോദിക്കില്ല. പിന്നെ ഇതെല്ലാം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. സെക്ഷൻ 12 എന്ന് പറഞ്ഞാൽ ലൈംഗിക. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ബാക്കിയൊക്കെ ഇതൊക്കെ CPയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസാണ്. സെക്ഷൻസ് ഒന്നും വലുതായിട്ട് പഠിച്ചില്ലെങ്കിലും കാര്യങ്ങളെല്ലാം പോക്സോ ആക്ട് എന്താണെന്ന് ജസ്റ്റ് എല്ലാം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പോൾ ആരാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വരുന്നത്? അരുൺകുമാർ മിശ്രയാണ്. നമുക്കറിയാം അരുൺകുമാർ മിശ്രയാണ്. പിന്നെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? രേഖാ ശർമ്മയാണ് കേട്ടോ, രേഖാ ശർമ്മയാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കമ്മീഷന്മാരുടെ ചെയർമാനൊക്കെ PSC ചോദിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കമ്മീഷന്മാരുടെ ചെയർമാൻ പറയാം, നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? നിലവിലത്തെ അരുൺകുമാർ മിശ്രയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആരാണ്? ചീഫ് വിവരാവകാശ കമ്മീഷൻ ആരാണ്? കേന്ദ്രത്തിലെ ചീഫ് വിവരാവകാശ കമ്മീഷൻ ആരാണ്? ഹിരാലാൽ സമരിയ ആ പദവിയിലെത്തുന്ന ആദ്യ ദളിത് വ്യക്തിയാണ്. പിന്നെ വനിതാ കമ്മീഷൻ ആരാണ്? രേഖാ ശർമ്മയാണ്. പിന്നെ കേന്ദ്ര പിന്നാക്കക്ഷേമ അതായത് OBC കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഹൻസ് രാജ് ഗംഗാറാം. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുവേ ഹൻസ് രാജ് ഗംഗാറാം, ഓർത്തു വെച്ചോ. പിന്നെ കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രിയങ്ക് കനൂഗോ. പിന്നെ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. അതുപോലെ തന്നെ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ അടുത്തിടെ വന്നെയാണ്. PSC റിപ്പീറ്റ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. മറക്കല്ലേ. പിന്നെ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ വേക്കൻ്റ് ആയിട്ട് കിടക്കുവാണ്, അതോടെ ഓർത്ത് വെച്ചോണം. പിന്നെ നമ്മൾ കേരളത്തിലേക്ക് വരുവാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പം നിലവിലത്തെ K ബൈജുനാഥാണ് ആക്ടിങ്. പിന്നെ കേരള വിവരാവകാശ കമ്മീഷൻ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ്? V ഹരിനായരാണ്. പിന്നെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആരാണെന്ന് ചോദിക്കും. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ BS മാവോജിയാണ്. പിന്നെ കേരളത്തിലെ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സതീദേവിയാണ്. പിന്നെ കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? സക്കീർ ഹുസൈനാണ്. പിന്നെ
കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാറാണ്. മറക്കല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസ് ആയിട്ട് വരുന്നത്, സുപ്രധാന നിയമങ്ങളുമായിട്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. മാത്സ് ഒഴിച്ച് ഏത് സബ്ജക്റ്റും പറഞ്ഞാൽ നമുക്ക് എൻ്റെ രീതിയിൽ നമുക്ക് എടുത്തു തരാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലുള്ള റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. അപ്പോൾ സുപ്രധാന നിയമങ്ങൾ മാക്സിമം നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഇനി ഇതിൽ നിന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും വിവരാവകാശ നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, പോക്സോ, അതുപോലെ തന്നെ ഗാർഹിക പീഡന നിയമം, പിന്നെ ഈ കമ്മീഷണർമാർ, നിലവിലെ കമ്മീഷണർമാരാര്, ആദ്യത്തെ കമ്മീഷണർമാരാര്, പിന്നെ അവരുടെ കാലാവധികൾ, അവരെ നിയമിക്കുന്ന ആരാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക. അതിനകത്തു നിന്നൊക്കെ പരീക്ഷയിൽ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ ഒരു ഭാഗത്തു നമുക്ക് 5 മാർക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. 5+7 7 മാർക്കിനാണ് ചോദിച്ചത്. ഏതാണ്? LD തിരുവനന്തപുരത്ത് 7 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്നിടത്തും 7 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ 7 മാർക്ക് ഉണ്ടെങ്കിൽ 7 മാർക്ക് നമ്മൾ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്കാണ് വരുന്നത്. 7 മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു സ്കോറിലോട്ട് എത്താൻ സാധിക്കുന്നതാണ്. മാക്സിമം നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക. അപ്പം നിങ്ങളുടെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.